ഞാൻ ചോറ് വെച്ചില്ല. ഓ ഞാൻ ഇച്ചിരി ഓട്സ് വല്ലതും കാച്ചാ. ഇന്നലെ വയ്യോളം ഇരുന്ന് അത് കഴിച്ചു. ഇന്ന് വയ്യോളം ഇരുന്ന് അടുക്കളയിലിട്ട് രാവിലെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ വിശന്നിട്ട് കാര്യമാ കേട്ടോ. ഞാനപ്പോ അങ്ങോട്ട് ചെന്നപ്പോ ഞാൻ ഈ കുഞ്ഞിന് വിശക്കുന്നുണ്ടിയാതാ എന്ന് പറഞ്ഞ എളുപ്പം എന്നിട്ട് മാറിയിട്ട് കണ്ടിരിക്കാൻ അത് വെള്ളം ഞാൻ പ്രാപ്പാപ്പിക്ക് ഇരിക്കണം. എളുപ്പം ഒരു തുണി എടുത്ത് അത് തുടച്ച് എന്നെ ഇടിച്ചുവാ. നിന്റെ കാര്യം പറയാം. സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചു, കുറച്ച് ദിവസം കൊണ്ട് ചോദിക്കും. 10 മണിയാവുമെന്നാ പറഞ്ഞു. ഇതോ എടുത്തോ. അപ്പൊ അമ്മയ്ക്ക് കൊടുക്കണേ. ഉണ്ട്. അപ്പാമ്മയ്ക്ക് കൊണ്ട് കൊടുത്തേ. സ്വിച്ച് ബോർഡ് ഇല്ല വെളിയില്ല. അതല്ലേ ആയിരിക്കും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെനിക്ക് വന്ന് ചൂടെടുക്കുമായിരുന്നു. ഞാൻ എൻ്റെ മുടിയൊക്കെ അലങ്കോലപ്പെടുത്തിയതാട്ടോ. പിന്നെ കൂക്കു പത്തനംതിട്ട വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തിരിച്ചും വന്നത്. ഇച്ചിരി താമസിച്ചു. പിന്നെ മോനുകുട്ടൻ വന്നില്ല. മോനുകുട്ടൻ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുത്തോളം എന്ന് പറഞ്ഞു. ടീച്ചേഴ്സ് ആരെങ്കിലും വിളിക്കുക, വന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അവിടെ ചെല്ലണം. മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് പോലെ രാത്രിയാവുമെന്നുള്ളതുകൊണ്ടുള്ള ഒരു പേടിയേ ഉള്ളൂ. കാരണം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ ഈ പന്നിശല്യവും ഒത്തിരി പട്ടികൾ ഇങ്ങനെ റോഡിനുകളുണ്ട്. അതൊക്കെ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ ഉള്ളു പേടി. അല്ലാതെ രാത്രി പോകുന്നതിന് പേടിയൊന്നുമില്ല. ഇതുങ്ങളുടെ ശല്യം കൊണ്ടുള്ള പേടിയേ ഉള്ളൂ. പിന്നെ ഞാൻ രാവിലെ മോനുകുട്ടൻ പോയി. ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഞാൻ ചോറൊന്നും വെച്ചില്ല കേട്ടോ. ഇപ്പോൾ വന്നപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കും ഇനി വന്നെങ്ങാനും ചോറ് ചോദിച്ചാൽ എന്തോ ചെയ്യും. അപ്പം ഞാൻ ഇച്ചിരി ചോറ് കുക്കറിനകത്തോട്ട് ഇടാൻ പോകാരി കേട്ടോ. ഇച്ചിരി ചോറ് വയ്ക്കാം. അമ്മ അവിടുന്ന് അവിയലും മീൻകറിയും തന്നു. പിന്നെ ഇവിടെ മോരുകറി ഇരിപ്പുണ്ട്, അതൊക്കെ മതി. പിന്നെന്താണ്, ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള 2 പേരെ കണ്ടു. ഒരു ദേവികയെ കണ്ടു. പിന്നെ അടുത്ത ആളുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ 2 പേരും വന്ന് മിണ്ടിയിട്ട് പോയി. ഒരുപാട് സന്തോഷം. പിന്നെന്താ, അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെ വിളിച്ചത്. അവൻ പറഞ്ഞു പോകണ്ട, മാമനോട് ചോദിക്കുക, വണ്ടി കൊണ്ട് പോയി വിളിച്ചോണ്ട് വരാമോ എന്ന് ചോദിക്കാൻ. ഞാൻ ഇപ്പോൾ വിളിച്ച് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു. 2 വീലറിൽ പോകുന്നത് റിസ്ക് ആണ് രാത്രിയിൽ. അതുകൊണ്ട് എനിക്ക് കുക്കു വരാമെന്ന് എന്നോട് പറഞ്ഞ്. എന്നാലും എനിക്കൊരു പേടി. 2 പേര് നമ്മൾ അങ്ങോട്ട് പോയി തിരിച്ച് 3 പേര് വരുമ്പം മോനുകുട്ടനെ, ജാനിക്കുട്ടിയെ അവള് ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ടൊക്കെ വരും. പക്ഷേ മോനുകുട്ടനെ അവളെ കാട്ടി വലുതല്ലേ. അപ്പോൾ ഇച്ചിരി പാടുപെടും 3 പേരോട് അതേ വരാനൊക്കെ. ഇന്നിപ്പം മാമനോട് പറഞ്ഞേ. അപ്പം വേറെന്താ വിശേഷം? വേറൊന്നുമില്ല. അപ്പം ഞാനൊന്ന് കുളിച്ച് ജപിച്ച് ഇച്ചിരി ചോറ് വെക്കട്ടെ. വേറെ പണികളൊന്നും ഇല്ല. ഇത് രാവിലെ ഇന്നിവിടെ ചേമ്പ് പുഴുങ്ങി. മോനിക്കുട്ടൻ ഇല്ലായിരുന്നല്ലോ. ഞാൻ ഇച്ചിരി ഒരു 3 ചേമ്പെടുത്ത് പുഴുങ്ങി. ഉച്ചക്കലത്തേക്കും അത് കൊണ്ടുപോയി. അതിൻ്റെ പാത്രം കേട്ടോ. കുളിച്ച് വെച്ചിപ്പോ വരാമേ. കുറച്ചരി ഇട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. വിശക്കുന്നു. കപ്പലണ്ടി കഴിക്കട്ടെ. ഈ വണ്ടിക്കകത്ത് പാട്ടും മേളമൊക്കെ ആണെങ്കിലേ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ സൗണ്ട് കൊണ്ട് സാറന്മാർക്ക് സംസാരിക്കാൻ പ്രയാസം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കട്ടെ. ഇല്ല, ഭയങ്കര മഴയാ. കൊള്ളിയാനായിരുന്നു. ഇപ്പം മഴ തുടങ്ങിയേ. മുക്കും ഇങ്ങോട്ട് വരാമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഇടി മുഴങ്ങുന്നതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചില്ല. അമ്മ തന്നെയല്ലേ ഉള്ളൂ എന്ന് ഓർത്തിട്ട്. ഇപ്പം അങ്ങ് മഴയായി.
ടീച്ചർ ഫോട്ടോ എടുത്തു തന്നു മോനിക്കുട്ടന്റെ. അപ്പൊ ഞാൻ വോയിസ് ഇട്ടു. എവിടെ ആയെന്നൊക്കെ ചോദിച്ചു. അവർ കൊച്ചിയിലാട്ടോ. എപ്പോ ഇനി എത്തുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ചോദിച്ചു മോനിക്കുട്ടൻ എന്തെന്ന് ചോദിച്ചാൽ വീഡിയോ കോൾ ചെയ്തേ. വീഡിയോ കോൾ ചെയ്തിട്ട് ടീച്ചറിന്റെ മടിയിൽ ഇരിക്കുക. ചാടി മറിഞ്ഞതിന്റെ ക്ഷീണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു മോനിക്കൂടെ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ചോറ് വെന്തു. ചോറ് വെന്തിന് ഞാനിത് ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റി വെക്കാതെ. തിളക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് പശ പൊലിയൊട്ടി ഇരിക്കത്തില്ല, അതെനിക്ക് ഇഷ്ടമല്ല. ചോറ് തിളക്കട്ടെ. മഴ നോക്കാം. ഇടി മുഴങ്ങുന്നത് ഞങ്ങൾക്ക് അതെല്ലാം അടച്ചു. മഴ എങ്ങനെയും ഞാൻ ശ്രമിക്കും. ഇടി മുഴങ്ങുന്നത് കൊല്ലിയാൻ ഭയങ്കര പേടി. മഴ തകർത്ത് പെയ്തോണ്ടിരിക്കുക കേട്ടോ. ചോറിനാൻ പോയി 8:30 ആയേ. ചോറുന്നിട്ടെ. അവിയലും മീൻകറി. അവിയൽ വെക്കാന് ചേമ്പൊക്കെ ഇവിടുന്ന് എടുത്തോണ്ട് പോയി. പിന്നെ കുറച്ച് കഷ്ണങ്ങൾ പച്ചക്കറികൾ ഇന്നലെ മേടിച്ചതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ക്യാരറ്റൊക്കെ അതൊക്കെ ഉള്ളായിരുന്നേ. അതൊക്കെ ഇട്ടുള്ള അവിയല. ഇനി മീൻകറി, ഇച്ചിരി മീൻചാറ് ഒഴിക്കട്ടെ. ഇന്ന് നമ്മുടെ അത്താഴം ഇതാട്ടോ. ഞാൻ മാത്രമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല ഇന്ന്. മോനുകുട്ടൻ കുറേ വൈകുമെന്ന് തോന്നുന്നു വരാൻ. 10 മണിക്കൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ. പിന്നെ ഉച്ചയ്ക്കും ചോറുണ്ണാത്തോണ്ട് എനിക്ക് വയറ് കായുന്ന പോലെ. ഒന്ന് കഴിക്കട്ടെ കേട്ടോ. നമുക്ക് നാളെ കാണാമേ. ടാറ്റാ. ഓക്കെ, ബൈ ബൈ. എല്ലാവരോടും സ്നേഹം കേട്ടോ. മഴ ഇടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഫോൺ താത്ത് വെക്കട്ടെ. ചോറുണ്ടട്ടെ കേട്ടോ. ടാറ്റാ. നേരത്തെ തിരിച്ചു പാടുമായിരുന്നു. ഇതിന് കുഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് തന്നെ പാടിപ്പാടി ഉറങ്ങും. ഇത് പാലില്ലേ? പിന്നെ പറഞ്ഞു ഉറക്കം വരുന്നു. ആരും പിന്നെ മഴ പോകണം.
വഴക്ക് പറഞ്ഞ ആരേലും? അപ്പൂപ്പൻ എന്തേലും പറഞ്ഞോ? എനിക്ക് വന്നപ്പോൾ നിങ്ങളിങ്ങനെ എടാ മോനുകുട്ട, അപ്പൂപ്പൻ എന്തേലും പറഞ്ഞോ? കാലി വയ്ക്കിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് വെച്ച് നാളെ ചോദിക്കാൻ. നമ്മളിലൂടെ അമ്മയിലൂടാണ് ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് തോന്നുന്നില്ല, ഞാനൊന്നും ഉണ്ടാകും. നമ്മൾ പോയി കിടക്കും, കാലി കഴിയുന്നില്ലേ? പോയി കിടക്കും. കാല് പോയി കഴുകുക. കാലെല്ലാം അഴുക്കല്ലേ? കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.